ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ഫാസ്റ്റ് ചാർജിങ് വരുന്ന ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഒരു വാക്യൂം ക്ലീനർ ആണ്. നിങ്ങളുടെ റൂമിലും അതുപോലെ തന്നെ നിങ്ങളുടെ കാറിലും നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ചെറിയൊരു വാക്യൂം ക്ലീനർ ആണ്. നമ്മുടെ ആംബ്രൈൻ്റെ ഒരു വാക്യൂം ക്ലീനർ ആണ്. നിങ്ങൾക്ക് ഇതിന്റെ ബോക്സ് കാണുമ്പോൾ അറിയാം, നല്ല ഭയങ്കര ചെറിയ സാധനം, മടക്കി വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് സാധനം പോലത്തെ സാധനമാണ്. നിങ്ങൾക്ക് പോരാത്തതിന് ഇത് ആക്ച്വലി 4000 PS സക്ഷൻ പവറും കൂടി വരുന്നതാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണ്. ഒരു 1500 താഴെയൊക്കെ നമുക്ക് പ്രൈസ് വരുന്നുള്ള 1 ഇയർ വാറന്റി വരുന്ന ഒരു ആംബ്രൈൻ്റെ ആണ്. നിങ്ങൾക്ക് അറിയാം, ആംബ്രൈ നമ്മുടെ പവർ ബാങ്കും സംഭവമൊക്കെ ഇറക്കുന്ന ഒരു ഇന്ത്യൻ ബ്രാൻഡിൻ്റെ ആണ്. ഫുള്ളി ഇന്ത്യൻ മെയ്ഡ് തന്നെയാണ്. റീചാർജബിൾ ബാറ്ററി ആണ്. നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. ടൈപ്പ് സി കേബിൾ ആണ് വരുന്നത്. നമുക്ക് 17 മിനിറ്റിന്റെ റൺ ടൈം വരുന്നുണ്ട് ഫുൾ ചാർജിൽ. കോഡ്ലെസ് യൂസ് ആണ്. വാഷബിൾ ഹെപ്പ ഫിൽറ്റർ ആണ് ഇതിൽ വരുന്നത്. പിന്നെ നമുക്ക് 70 വാട്ടിന്റെ വാട്ടേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻപുട്ട് വാട്ടേജ് വരുന്നത് 5 വോൾട്ട് 1.5 ആംപിയർ ആണ്. ടൈപ്പ് സി ചാർജിങ് ആണ്. ഹൈ എഫിഷ്യൻസി ഫിൽട്രേഷൻ വരുന്നുണ്ട്. മിനി സൈസ് ആണ്. ഈസി സ്റ്റോറേജ് ആണ്. ക്ലീനിങ് കാർ അറൗണ്ട് ഹൗസ് എല്ലായിടത്തും നമുക്ക് ഉപയോഗിക്കാം. മൾട്ടിപർപ്പസ് അറ്റാച്ച്മെന്റ് നമുക്ക് ഇതിന്റെ ബോക്സിൽ ഉണ്ടെന്ന് വന്നിട്ടുണ്ട്. 2000 mAh ബാറ്ററി അതിൽ വരുന്നത് കേട്ടോ. നമുക്ക് മാക്സിമം ആയിട്ട് ചാർജിങ് ടൈം വരുന്നത് 3.5 മണിക്കൂറൊക്കെയാണ്. പക്ഷെ അതിന്റെ താഴെ വരുന്ന ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇതാണ് ബോക്സ് വരുന്നത്. ഇത് ഗ്രീൻ കളറിലും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. ഞാൻ ആക്ച്വലി ഗ്രീനാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഫ്രണ്ടിൽ ബോക്സ് ഇത് ആമസോണിൽ ഞാൻ ഓർഡർ ചെയ്തോ, വാങ്ങിച്ചാണ്. പ്രൊമോഷൻ സംഭവമൊന്നുമല്ല. ഞാൻ കുറെ കാലമായിട്ട് ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഒരു വാക്യൂം ക്ലീനർ തപ്പിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ളത്. അതും നമുക്ക് നല്ല ബ്രാൻഡിന്റെ സംഭവമൊന്നും ഇല്ല, എല്ലാം റീബ്രാൻഡ് സംഭവമൊക്കെയാണ്. അപ്പൊ നമ്മൾ മുമ്പ് ഓൾറെഡി വാക്യൂം ക്ലീനറിന്റെ സംഭവം ചെയ്തത് നമുക്കറിയാം. നമ്മുടെ ഇപ്പൊ ഏരിയസിലൊക്കെ ഭയങ്കര പൊടിയാണ്. ഇപ്പൊ എന്റെ അവിടെയൊക്കെ കമ്പ്യൂട്ടറിന്റെ സൈഡിലും ഇതൊക്കെ നമുക്ക്, അതുപോലെ ജല്ലയുടെ സൈഡിലൊക്കെ നമുക്ക് വലിയ വാക്യൂം ക്ലീനർ വെച്ച് വലിക്കാൻ പറ്റില്ല. വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വയറടക്കം ചിലപ്പോൾ പോരും കിട്ടും. അപ്പൊ ചെറിയ സ്ഥലത്തൊക്കെ, അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ എന്താ പറയാ, ലാപ്ടോപ്സിന്റെ കീബോർഡിന്റെ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഈ സാധനം. അപ്പൊ ഇത് സീൽഡ് ബോക്സ് ആണ്. ഞാൻ നിങ്ങൾക്കിവിടെ മുകളിൽ സീല് കാണുന്നതായി ഞാൻ സീല് പൊട്ടിച്ച് എടുത്ത് കാണിച്ചു തരാം. നമുക്ക് ഓഫർ അടക്കം ഇപ്പോൾ ഒരു 1300 ആ റേഞ്ചൊക്കെ നമുക്ക് പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ. ഞാൻ എന്തായാലും നമ്മുടെ ആമസോണിന്റെ ബെസ്റ്റ് ബൈ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യർക്ക് വാങ്ങിക്കാം. ഫാസ്റ്റ് ഡെലിവറി ഇല്ല, അങ്ങനെ ഒരു ഇഷ്യൂ എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി കഴിഞ്ഞ ആഴ്ച ഡെലിവറി ചെയ്താണ് ഇപ്പോഴാണ് വന്നത്. അതും ഒരു ദിവസം ലേറ്റ് ആയി. അത് വേറെ കാര്യം. ആമസോണിന്റെ ആയിട്ട് പോലും ഒരു ദിവസം റേറ്റ് ആയി. ഞാൻ പ്രൈം മെമ്പർ ആയിട്ട് എന്നിട്ട് ലേറ്റ് ആയി. അപ്പോൾ ഞാൻ അതിന്റെ സീൽ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഡാമേജും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടു ബോക്സുമേ അതിന്റെ MRP ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ 410 ഗ്രാമാണ്. 2023 മാനുഫാക്ചർ ആണ്. MRP വരുന്നത് 3000 രൂപയാണ്. ഞാൻ കാണിച്ചു തരാം. താല്പര്യമൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാട്ടാ. എന്താ ഫോക്കസ് ആവത്തെ? നമ്മുടെ സോണിക്ക് എന്താ പറ്റിയോ? ആക്ച്വലി ഒരു ഫേംവെയർ അപ്ഡേറ്റിന് ശേഷം സോണിയുടെ അടപ്പ് ഊരിട്ടിരിക്കുക. എന്താ പറയാ, ഇപ്പൊ ശരിയായിട്ടുണ്ട്. കണ്ടോ? നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് എന്നിട്ടൊരു റിമോട്ട് പോലെ സാധനം. ഇത് നമുക്ക് അതിന്റെ നോസിലാണ്. നമുക്ക് പൊളിച്ചു നോക്കാം. അങ്ങനത്തെ ഒരു ബ്രഷ് നോസിലാണ്. നമുക്ക് എക്സ്ട്രാ നോസിൽ നമുക്ക് ദൂരെടുക്കാം. എന്തായാലും നമുക്ക് ഉടയ്ക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇത് എന്തൊരു വെറുതെ പ്രൊട്ടക്ഷനായിട്ട് കവർ വന്നിരിക്കുന്നതാണ് കേട്ടോ. നമുക്കൊരു ടൈപ്പ് സി കേബിൾ വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കേബിളാണ്. നോർമൽ ടൈപ്പ് സി കേബിൾ തന്നെയാണ് കേട്ടോ. ടൈപ്പ് A to ടൈപ്പ് സി. എനിക്ക് ഇതെന്താ സംഭവം അറിയില്ല. ഇതിന് ഭയങ്കര സൈസ് കൊടുത്തില്ല. എനിക്ക് തോന്നുന്നു വാട്ടേജ് കൂടുതലുണ്ടോ. 9 വാട്ടിൻ്റെയാണ് കേട്ടോ, പറഞ്ഞില്ല. പിന്നെ നമുക്ക് നമ്മുടെ ഹെപ്പ ഫിൽറ്റർ വന്നിട്ടുണ്ട്. അപ്പം അതും നമുക്ക് എന്തായാലും ആവശ്യമുണ്ട്, എടുക്കാം. നല്ല കുട്ടി ഹെപ്പ ഫിൽറ്റർ ഒക്കെ ഒരു സൈഡിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് പറഞ്ഞിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. റീപ്ലേസബിൾ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ അത് എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും പ്ലാസ്റ്റിക് സംഭവമൊക്കെ അതിൽ തന്നെ ഇടാം. ഇതതിൻ്റെ ഫ്രണ്ട് നോസിലൊക്കെ ഫിറ്റ് ചെയ്യാനുള്ള സാധനമാണ്. ഇരിക്കി എന്താ ഇനി നമ്മുടെ മെയിൻ യൂണിറ്റ്. അതുപോലെ തന്നെ ഒരു ഇതെന്ത് സംഭവം, അത് ജസ്റ്റ് അവരൊരു പേപ്പറാണ്. വാറണ്ടി അല്ല, ജസ്റ്റ് സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുള്ള ആവശ്യം. കണ്ടോ എന്ത് ചെറുതാ നോക്കി. എനിക്കിത് ഭയങ്കര പോർട്ടബിൾ ഉണ്ടാകും. വേറൊന്നുമില്ല, അത്ര തന്നെ ഉള്ളൂ. ഇതൊക്കെ മാറ്റിയില്ല. വാറണ്ടി കാർഡ് കേട്ടില്ലല്ലോ. അതെന്താ വാറണ്ടി കാർഡ് ഇല്ല കേട്ടോ. ബോക്സിൽ വാറണ്ടി കാർഡ് ഇല്ല. 1 ഇയർ വാറണ്ടി ഉണ്ട്. അതെന്തായാലും ഉണ്ട്. നമുക്ക് എന്തായാലും ഈ സാധനം എന്നെടുക്കാം. ചെറിയൊരു ഹെഫ്റ്റ് ഉണ്ട്, വലിയ ഹെഫ്റ്റ് ഒന്നും പറയില്ല. ഇത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമല്ലോ, എത്ര സൈസിലുള്ളൂ. എന്തായാലും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബിൽഡ് ക്വാളിറ്റി കിടലാണ്.
ഇതിൻ്റെ ഇവിടെ എന്താണ് ഇതിൻ്റെ അടപ്പാണ് കണ്ടത്. നമുക്ക് ഇവിടെയാണ് ചാർജിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ഫാനും പവർ ബട്ടൺ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ചാർജ് ഉണ്ട്. ഇവിടെ എന്തായിരിക്കുന്നത്, ഇവിടെ നമുക്ക് 5 watt ensure the adapter's output voltage is DC 5 watt for charging, always switch off the vacuum cleaner before charging എന്ന് എഴുതിയിട്ടുണ്ട്. ടൈപ്പ് സിക്ക് പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ബ്രാൻഡിങ് ആണ് ആംബ്രൈൻ്റെ, പച്ച കളർ തന്നെയാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. വേറെ സംഭവമൊന്നും സെപ്പറേറ്റ് സംഭവമൊന്നുമില്ല. ആംബ്രൈൻ്റെ ബ്രാൻഡിങ് താഴെയുണ്ട്. അപ്പം നമുക്കിത് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് ഇത് കറക്റ്റായിട്ടൊന്ന് അലൈൻ ചെയ്യണം കേട്ടോ. ഈ സാധനം ഇതാണ് ഹെപ്പ ഫിൽട്ടറിൻ്റെ. ഇത് നമുക്ക് ഇങ്ങനെ വരിക, സോറി, അത് കറക്റ്റായിട്ട് ഒന്ന് നേരെ വെക്കണം. അതാണ് ഇവിടുത്തെ അടുത്ത ടാസ്ക്. ഇതെന്താ ഇത് ഊരി കളയണം ഇനി ഫിറ്റാൻ വേണ്ടി. ഇത് നമ്മൾ ഫിറ്റിൻ്റെ ഒരു പണി. ഇത് നമ്മൾ ഫിറ്റ് ചെയ്താൽ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ വെറുതെ അങ്ങനെ വെച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നോക്കി സാധനം എന്താ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ അതിൻ്റെ കൂടെ കിട്ടുന്ന നോസിലും സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ വെക്കാം കേട്ടോ. ഇത് ആക്ച്വലി ഫസ്റ്റ് ചാർജിങ് ചെയ്യണം. എന്തോ ഫ്രഷ് ചാർജ് ഉണ്ട് എന്തായാലും നമുക്കൊന്ന് ട്രൈ നോക്കാം. നമുക്കിത് ഇതുമ്മേ ലാൻഡ് യാർഡ് ഇടാനുള്ള ഹോളൊക്കെ ഉണ്ട്. അത് ഭയങ്കര ചെറുതാണ്ടോ, എന്ത് പറയാം, നല്ല ഒരു കുട്ടി സാധനം കയ്യിലിരിക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഞാൻ നോർമലി ഈ സാധനത്തിൽ ഉപയോഗിക്കാറ്. നമുക്കിത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഇതിവിടെ ബാക്ക് ബട്ടണിലാണ് ഓൺ ഇട്ടാ. സൗണ്ട് ഉണ്ട്, ഭയങ്കര കുറവാണ് സൗണ്ട് ഉണ്ടോ. നമുക്ക് ആകെ ഒരു സ്പീഡ് തന്നെ ഉള്ളൂ, വേറെ സെപ്പറേറ്റ് വേറെ സ്പീഡൊന്നും ഇല്ല. ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് നമുക്ക് ഇവിടെ നമ്മുടെ PC-യുടെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. അയ്യോ ചാർജ് കഴിഞ്ഞു. ചാർജ് ചെയ്യട്ടെ കുറച്ച്. അപ്പൊ നമ്മൾ കുറച്ച് ചാർജും അതുപോലെ തന്നെ കുറച്ച് യൂസും സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട്. അപ്പൊ ഇനീഷ്യലി നമ്മൾ ഇത് അത്യാവശ്യം 2 മണിക്കൂറെങ്കിലും ചാർജ് ചെയ്യട്ടെ. ഇനീഷ്യലി സാധനം വന്ന ഉടനെ തന്നെ അപ്പൊ തന്നെ ഉപയോഗിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഇതിന്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 കളേഴ്സ് അവൈലബിൾ ആണ്. കുഴപ്പമില്ലാത്ത സംഭവമുണ്ട്, അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത സെക്ഷനൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ കാറിൽ ഉപയോഗിക്കാനും അതുപോലെ തന്നെ നമ്മുടെ റൂമിൽ അതുപോലെ തന്നെ കമ്പ്യൂട്ടറും അതൊക്കെ ഉപയോഗിക്കാൻ വൺ ഓഫ് ദ ബെസ്റ്റ് പരിപാടി തന്നെയാണ് കണ്ടത്. നമുക്ക് ഇവിടെ പവർ സ്വിച്ച് വരുന്നുണ്ട്. ഇതിപ്പോൾ ഫുള്ളി ഡ്രെയിൻ ഔട്ട് ആയിട്ടാ. പിന്നെ ആംബ്രൈൻ്റെ സപ്പോർട്ട് എല്ലാം ആവറേജ് തന്നെ ആയിരിക്കും. നമുക്ക് എന്തായാലും അതിന്റെ എക്സ്പീരിയൻസ് നമുക്ക് വേറെ സെപ്പറേറ്റ് വേറെ പറയാൻ എന്തായാലും. പിന്നെ എന്ത് നോക്കിയാലും നമുക്ക് ഈ വിലയിൽ നമുക്ക് വേറെ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കോർഡ്ലെസ് വാക്യൂം ക്ലീനർ കിട്ടില്ല, അത് വേറെ കാര്യം. അപ്പോൾ അതിനനുസരിച്ചുള്ള സെക്ഷൻ പവർ മാത്രമേ ഉള്ളൂ. ആ പ്രൈസിനനുസരിച്ചുള്ള സെക്ഷൻ പവർ മാത്രമേ ഉള്ളൂ. ഭയങ്കര ഇടിയോട്ട് സെക്ഷൻ പവർ ഒന്നും ഇല്ല. നോർമലായിട്ടുള്ള നമ്മുടെ ഇപ്പോൾ ബൈക്ക് പോകുന്നുണ്ട്, നോർമലായിട്ടുള്ള നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സെക്ഷൻ പവർ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര ഇടിയോട്ട് സെക്ഷൻ പവർ ഒന്നും ഇല്ല. അത് പ്രതീക്ഷിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4000 PA മാത്രമേ ഉള്ളൂ സെക്ഷൻ. അപ്പൊ നമ്മുടെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് 3500 രൂപയ്ക്ക് നമുക്ക് ടുസൈൻ്റെ ഒക്കെ ഉണ്ട്. ടുസൈക്ക് പക്ഷെ ഇത്ര ഉണ്ട് സൈസ്. ഇത് ഭയങ്കര പോർട്ടബിൾ ആണല്ലോ, വെച്ചാൽ ഇത്ര ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള വലിയ മോട്ടറാണ്. അപ്പൊ അതിന്റെ സെക്ഷൻ പവറൊക്കെ നേരിട്ടൊക്കെ ഭയങ്കര കൂടുതലാണ്. അതിന് ഒരു 3500 ഓൾമോസ്റ്റ് ഡബിൾ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനായിട്ടൊന്നും കമ്പയർ ചെയ്യരുത്, ഈ പ്രൈസ് വെച്ച് മാത്രം നോക്കുക കേട്ടോ. പക്ഷെ എന്നാലും നല്ല ക്വാളിറ്റി വരുന്നുണ്ട്, കുഴപ്പമില്ലാത്ത ക്വാളിറ്റി വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ യൂസർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു റിവ്യൂ ഒക്കെ നമ്മൾ പിന്നെ സെപ്പറേറ്റ് ചെയ്യണം. എന്ന് വെച്ചിട്ട് പുതിയ പ്രൊഡക്റ്റ് ആണ് ആംബ്രൈൻ്റെ. അപ്പൊ ഇതിന്റെ റിവ്യൂ നമ്മൾ സെപ്പറേറ്റ് വേറെ ചെയ്യാം. അപ്പൊ എന്തുകൊണ്ടും നമ്മൾ സാധനം വാങ്ങിച്ചിട്ട് അത് ഇനീഷ്യലി ഒരു 2 മണിക്കൂറെങ്കിലും ചാർജ് ചെയ്യാം, അത് മറക്കരുത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനലും കാണാത്ത പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളിലേക്ക് തന്നെ കമന്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമന്റ് റിപ്ലൈ. നമ്മുടെ പുതിയ ചാനൽ JHH വേൾഡ് കാണാത്ത പോയി കണ്ടുനോക്കുക. നമ്മളെല്ലാം ടെക്നിക്കൽ ന്യൂസ്, മൂവി ന്യൂസ്, ഫിലിം ന്യൂസ് ഒക്കെ ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ആകുമ്പോഴേക്കൊന്ന് ഷെയർ ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.